എന്തൊക്കെ ദിവസങ്ങൾ പ്ലാൻ ചെയ്താലും ചില മൊമെൻറ്റ്സ് നമുക്ക് കിട്ടുന്നത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും. അത് ഭയങ്കര വെർത്തായിരിക്കും. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന്. ഇത് കുറച്ച് മുന്നേ ഉള്ളൊരു ദിവസമാണ്. നാഷണൽ ഡേ ആണ്, പിറ്റേ ദിവസമാണ്. ഞാൻ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ എഡിറ്റ് ചെയ്തിട്ട് ഒത്തിരി നാളായി, പക്ഷേ ഇടാൻ വിട്ടുപോയി, സമയം കിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ ഇത് എന്തായാലും ഇടേണ്ട ഒരു വീഡിയോ ആണ്. കാരണം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തൊരു ദിവസമാണിത്. എനിക്ക് പൊതുവേ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ട്രിവാൻഡ്രത്തായാലും കൂടുതലും നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ച ഒരാളാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടും അങ്ങനെ എനിക്ക് സമയം കിട്ടാറില്ല, കാരണം എൻ്റെ ഡ്യൂട്ടി ഷെഡ്യൂളും കാര്യങ്ങളും കൊണ്ട്. പക്ഷേ എന്തെന്നറിയില്ല, ഇന്ന് ജുനൂനും അവധിയായിരുന്നു, എനിക്കും ഒരു ലീവ് കിട്ടി. മാത്രമല്ല പിള്ളേർക്കും എല്ലാവർക്കും അവധിയാണല്ലോ. അപ്പോൾ അവരുമായിട്ട് പെട്ടെന്നൊരു പ്ലാൻ ചെയ്ത് ഞങ്ങൾ കാറും പെട്ടെന്ന് തന്നെ കിട്ടി അങ്ങ് പോയതാണ്. അവർ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നാളായി ഞങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ട്, പ്രത്യേകിച്ച് മാമനുമായിട്ട്, ആച്ചയായിട്ട്, അതായത് ജുനുവായിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ട്. അവർ ഒരുപാട് അറ്റാച്ച്ഡാണ് ജുനുവായിട്ട്. അപ്പം അവർക്ക് ഒരുപാട് ഭയങ്കര റിലീഫായിരുന്നു. പിറ്റേന്ന് സ്കൂളിൽ പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടെന്ന്, കുറച്ച് നേരം കൂടിയൊക്കെ സ്പെൻഡ് ചെയ്യുക. പിന്നെ ഞങ്ങൾ പറഞ്ഞു സ്കൂളിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊണ്ടാക്കിയത്. 12 മണിയായപ്പോൾ അവരെ കൊണ്ടാക്കി. അവർക്ക് ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ. സീഷെല്ലിൽ നിന്നായിരുന്നു. എല്ലാം അടിപൊളി വെറൈറ്റി ആയിരുന്നു. എല്ലാ ഫുഡും സൂപ്പറായിരുന്നു കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു പോകാനായിട്ട് പോയി. കാരണം പിറ്റേന്ന് ജുനൂനും കയറണം, ജോബിന് കയറണം. എനിക്ക് ഉച്ചയ്ക്ക് ശേഷമേ ഉള്ളൂ ഡ്യൂട്ടി. പക്ഷേ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി, ഞങ്ങൾക്കൊരു എക്സിറ്റ് തെറ്റിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 15-20 മിനിറ്റ് ദൂരം വേറെ എക്സ്ട്രാ പോകേണ്ടി വന്നു. അതിനിടയ്ക്ക് ജുനുവിൻ്റെ ഫോണിൻ്റെ ചാർജും തീർന്നു. എൻ്റെ ഫോണിലാണെങ്കിൽ നെറ്റും ഇല്ല. പിന്നെ വൈഫൈ കിട്ടുന്ന ഒരു സ്ഥലത്ത് പോയി വൈഫൈ ഒപ്പിച്ചിട്ടാണ് പിന്നെ ലൊക്കേഷൻ ഇട്ട് വന്നത്. ശരിക്കും പിന്നെ ഒരു അഡ്വഞ്ചറസ് ട്രിപ്പായിരുന്നു.